നമുക്കൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ 25 മണിക്കൂർ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ലിറ്ററസി, സാക്ഷരത നേടും. ഒരു സബ്ജക്റ്റിൽ നമ്മൾ 25 മണിക്കൂർ പഠിക്കുമ്പോൾ സാക്ഷരത നേടും. അതേ വിഷയം 100 മണിക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ഫ്ലുവൻസി നേടും, ഫ്ലുവൻ്റ് ആവും. അതേ വിഷയം 10,000 മണിക്കൂർ പഠിക്കുമ്പോഴാണ് നമ്മൾ അതിൽ മാസ്റ്ററി നേടുന്നത്. മാസ്റ്ററി എന്താണ്? നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരം അങ്ങ് പ്രവർത്തിക്കും. നമ്മൾ പോലും അറിയാതെ ആ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും. അതാണ് മാസ്റ്ററി. ആ മാസ്റ്ററിയിലേക്ക് എത്താൻ 10,000 മണിക്കൂർ പഠിക്കണം. ആദ്യം നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ചപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അല്ലേ? ക്ലച്ച് പിടിക്കണം, ഗിയർ ഇടണം, ആക്സിലേറ്റർ കൊടുക്കണം, അതേ സമയത്ത് തന്നെ ഇത് മാറണം. ഇതൊക്കെ ഭയങ്കര. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും ക്ലച്ച് പിടിക്കണം, ചവിട്ടണം, ഗിയർ മാറ്റണം, ആ സമയത്ത് ഇൻഡിക്കേറ്റർ ഇടാം. ആകെപ്പാടെ ബ്രെയിന് കൺഫ്യൂഷൻ. പതുക്കെ നമ്മൾ ഓടിച്ച് പഠിച്ച് ഇപ്പോൾ ആ ക്ലച്ച് മാറ്റുന്ന സമയത്തും നമ്മൾ ഫോൺ ചെയ്യുന്നുണ്ട്. ആ ഗിയർ മാറ്റുന്ന സമയത്തും നമ്മൾ മെസ്സേജ് വരെ ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട്. ഇന്നിങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞതുപോലും ഇല്ല, ഇൻഡിക്കേറ്റർ ഇട്ടതും വണ്ടി തിരിച്ചതും സ്പീഡ് കൂട്ടിയതും ക്ലച്ച് ചവിട്ടിയതും ഗിയർ ഡൗൺ ചെയ്തതും ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. കാരണം എന്താ? നൗ യു ബിക്കം എ മാസ്റ്റർ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് നമുക്ക് എത്തേണ്ടടുത്ത് നമ്മുടെ വണ്ടി എത്തിച്ചേരും. ആർക്കൊക്കെ തോന്നിയിട്ടുണ്ട്? നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ പോലും അറിയത്തില്ല വണ്ടി വീട്ടിൽ ചെന്ന് നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മൾ പോലും അറിയത്തില്ല വണ്ടി ഓഫീസിൽ വന്ന് നിൽക്കുന്നു. ആരാ ഓടിച്ചേ? നമ്മുടെ സബ് കോൺഷ്യസ്. അതെന്തുകൊണ്ടാണ് ഓടിച്ചേ? നമ്മൾക്ക് അത്രയും മാസ്റ്ററി ആ കാര്യത്തിലുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ആർക്കൊക്കെ സ്റ്റേജിൽ കയറാൻ പേടിയുള്ള? സ്റ്റേജിൽ കയറി നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുക. യെസ്, നിങ്ങൾ ഇങ്ങോട്ട് കയറുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര വെപ്രാളോ, അയ്യോ എന്തോ ചെയ്യും അവിടെ ചെന്ന് എന്തായിരിക്കും. എന്നെ സംബന്ധിച്ച് ഈ 10,000 മണിക്കൂറുകൾ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ റുട്ടീൻ. എൻ്റെ ചിന്തയിൽ പോലും ഇല്ല അടുത്തത് എന്ത് പറയണം, ഈ ടോപ്പിക് കഴിയുമ്പോൾ അടുത്തത് എന്ത് പറയണം, അടുത്ത വാക്ക് എനിക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരു ചിന്തയില്ല. കാരണം വി ബിക്കം എ മാസ്റ്റർ. ഈ കയ്യിൽ ഇപ്പോൾ ഒരു കപ്പുണ്ട് എന്നെഴുതുക, ഒരു കോഫി കപ്പ്. ഓക്കെ, ഇത് നിറഞ്ഞിരിക്കുകയാണ് എന്നിരിക്കട്ടെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കപ്പ്, അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് വെള്ളം ഒഴിച്ച് തരാൻ നോക്കിയാൽ എന്ത് കിടക്കും അഭിലാഷേ? തുളുമ്പിപ്പോവും. ഒന്നും അതിൻ്റെ അകത്തേക്ക് പോകില്ല. അതുകൊണ്ട് ഇപ്പം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. എനിക്കതറിയാം എന്നൊരു തോന്നൽ വരരുത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം ചെയ്തേ, എംപ്റ്റി യുവർ കപ്പ്. ആ കപ്പ് ഒന്ന് കമത്തി കുടഞ്ഞ് ഇനി നൂത്തുക. ഇനി എനിക്ക് അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു തരാൻ പറ്റും. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്കതറിയാം, ഇതെനിക്കറിയാം. അപ്പോഴേ ഓർത്തോണം, ചാത്തൻ്റെ പറച്ചിലാണത്. എനിക്കതറിയാം. ദൈവം എന്തു പറയും? പഠിക്ക് എന്ന് പറയും. ചാത്തൻ എന്തു പറയും? മതി പോവാം എന്ന് പറയും. നമുക്ക് വേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഈ കപ്പൊന്ന് കമത്തി നൂത്ത് വെക്കാം. ഓക്കെ, റെഡി? ഒഴിച്ചു തുടങ്ങാം. യെസ്.